കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാത്തുകാത്തിരുന്നതും ഊഹാപോഹങ്ങൾ പരന്നതുമായി ആയ വാർത്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് കേരളത്തിലേതടക്കം 195 സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP പുറത്തിറക്കിയിരിക്കുന്നു. ദില്ലിയിൽ പ്രസ് മീറ്റിലാണ് ഈ പട്ടിക പുറത്തിറക്കിയത്. അതിന് പ്രകാരം കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇവരാണ്. 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ C. രഘുനാഥ് മത്സരിക്കും. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഈ അടുത്ത സമയത്ത് BJPയിൽ എത്തിയ നേതാവാണ്. വടകരയിൽ യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണ, കോഴിക്കോട് MD രമേശ്, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യം, പാലക്കാട്ട് C. കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപി, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ. ഒരുപക്ഷെ BJPയുടെ വളരെ ചടുലമായൊരു നീക്കം, ഇല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു നീക്കം എന്ന് തന്നെ പറയാം. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ പേര് കോഴിക്കോടും വടകരയും ഒക്കെയാണ് നേരത്തെ പറഞ്ഞു കേട്ടതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. പത്തനംതിട്ടയിൽ ഒരു വലിയ ഒരു ട്വിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും സുരേന്ദ്രൻ്റെയും കുമ്മനം രാജശേഖരൻ്റെയും ഒക്കെ പേര് ഉയർന്നു കേട്ട പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി മത്സരിക്കും. ആറ്റിങ്ങലിൽ V. മുരളീധരൻ തന്നെയാണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി ചന്ദ്രശേഖരൻ മത്സരിക്കും. മലപ്പുറത്ത് അബ്ദുൾ സലാമാണ് മത്സരിക്കുന്നത്. ഇതിൽ ബാക്കിയുള്ള പേരുകളൊക്കെ, അതായത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കുമെന്നുള്ള പേരുകളൊക്കെ തന്നെ നേരത്തെ മാധ്യമങ്ങളിൽ വന്നിരുന്നതാണ്. ഈ തൃശ്ശൂരും അതുപോലെ തന്നെ ആറ്റിങ്ങലും മറ്റുമൊക്കെ ആ സ്ഥാനാർത്ഥികൾ തന്നെ അവരുടെ പ്രചരണം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വളരെ നേരത്തെ എന്ന് തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തോറ്റതിന് ശേഷം അദ്ദേഹം തൃശ്ശൂർ വിട്ടു പോയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ആറ്റിങ്ങിൽ V. മുരളീധരൻ്റെ പ്രവർത്തനം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ്. പാലക്കാട് C. കൃഷ്ണകുമാറും പ്രവർത്തനം ആരംഭിച്ചിരുന്നതാണ്. ഇതിൽ ഒരു വലിയ നേട്ടം കൊയ്യാൻ BJPക്ക് കഴിയുന്ന ഒരു മണ്ഡലം ആലപ്പുഴ തന്നെയാണ്. കാരണം കാലാകാലങ്ങളിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ഷെയർ ഉയർത്തി വരുന്ന മണ്ഡലത്തിൽ അവരുടെ ഒരു ക്രൗഡ് പുള്ളർ, ഇല്ലെങ്കിൽ അവരുടെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുമ്പോഴും അവിടെ വോട്ട് ഉയർത്താൻ കഴിവുള്ള ശോഭാ സുരേന്ദ്രനെ തന്നെ ആലപ്പുഴയിലേക്ക് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും, അത് മധ്യ തിരുവിതാംകൂറിൽ ഒരു ശക്തിയായ സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി കൂടി എത്തുമ്പോൾ പോരാട്ടം കനക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ബാക്കിയുള്ള ലിസ്റ്റുകൾ അധികം വൈകാതെ നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ ബാക്കി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകളും പ്രഖ്യാപിക്കുമെന്നാണ് തോന്നുന്നത്. ഒപ്പം തന്നെ ഈ ദേശീയ നേതാക്കൾ തന്നെ ആരുടെയും മണ്ഡലങ്ങൾ മാറ്റമില്ല. നിതിൻ ഗഡ്കരി നാഗപ്പൂർ മത്സരിക്കുന്നുണ്ട്. മോദി വാരണാസിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. രാജ്നാഥ് സിംഗ് ലക്നൌവിൽ, അമിത്ഷാ ഗാന്ധിനഗർ ഗുജറാത്തിലാണ് മത്സരിക്കുന്നത്. സ്മൃതി ഇറാനി അമേഠിയിലും. ഈ ഇന്ന് പുറത്തുവിട്ട 195 പേരുടെ ലിസ്റ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത 47 യുവാക്കളും 28 വനിതകളുമുണ്ട്. 2 മുഖ്യമന്ത്രിമാരും മത്സരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.